പത്തരമാറ്റിലാണെങ്കിൽ തകർന്നിരിക്കുന്ന നന്ദുവിന് പുതിയൊരു ജീവൻ ലഭിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, കാണാനായിട്ട് സാധിക്കുക. നന്ദു ആകെ സങ്കടത്തിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്കിൽ ആ സങ്കടത്തിന് പരിഹാരവുമായിട്ട് തൻ്റെ ചേച്ചി കടന്നു ചെല്ലുകയാണ് നന്ദുവിനെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട്. അതായത് നവ്യ നേരിട്ട് ചെല്ലുന്നില്ല. നവ്യയാണെങ്കിൽ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ചെയ്തു കൊടുക്കുന്ന കാഴ്ചയിൽ നമ്മുടെ നന്ദു വളരെയധികം സന്തുഷ്ടയാകുന്നുണ്ടെന്ന് കാണാം. അത്രയും വിലമതിക്കാവുന്ന തെളിവുകളാണ് വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് നന്ദുവിന് നവ്യ അയച്ചു കൊടുക്കുന്നത്. അതായത് അങ്ങനെ ഓഫീസിൽ പോകാനായിട്ട് താല്പര്യമൊന്നുമില്ലാതെ മടി പിടിച്ചിരിക്കുന്ന നന്ദുവിനെ തേടി പോലീസ് സ്റ്റേഷനിൽ നിന്നും ആ സന്തോഷമുള്ള ഒരു കോൾ വരുന്നു. മാഡം, ഇവിടെ അനന്തപുരിയിലെ അനിക്കെതിരെ കേസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇതേ സമയമാണെങ്കിൽ നന്ദു ഓടി ചെല്ലുകയാണ്. അതായത് ഈ സന്ദർഭത്തിൽ അവനെ കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പിലിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് വിവാഹ നിശ്ചയം മുടങ്ങും. ആ ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് തന്നെ നന്ദു ചീറിപ്പാഞ്ഞെത്തി നോക്കുമ്പോൾ അത് അനാമികയും അച്ഛൻ വേണുവുമായിരിക്കും. അതായത് അവളുടെ അച്ഛൻ, അനാമികയുടെ അച്ഛൻ. ഇതേ സമയം എന്താണ് നിങ്ങളുടെ പരാതി എന്ന് ചോദിക്കുമ്പോൾ അവർ സംഭവ വികാസങ്ങളൊക്കെ നന്ദുവിനോട് പറയുന്നുണ്ട്. മാഡം, എങ്ങനെയെങ്കിലും ഈ നിശ്ചയം മുടക്കി തന്നെ, ഈ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നന്ദു ആണെങ്കിൽ പോയിക്കോളാനായിട്ട് പറയുന്നു. നിങ്ങൾ ആദ്യം ചെന്ന് ശ്രമിച്ചു നോക്ക്, എന്നിട്ടും കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ആവശ്യം വരികയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ അവരുടെ പിന്നാലെ തന്നെ നമ്മുടെ നന്ദു പോകുന്നുണ്ട്. നന്ദുവിനെ അറിയാം ഇവരൊരു അടിച്ച് മുക്കിലിരുത്തിയിട്ട് വിവാഹ നിശ്ചയമൊക്കെ നടത്തുമെന്ന്. അതുകൊണ്ട് തന്നെ നന്ദു കൃത്യസമയത്ത് പോകുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ നന്ദു ആണെങ്കിൽ അവിടേക്ക് ചെല്ലുകയാണ്. അതായത് അവിടെ തല്ലി പുറത്താക്കുന്ന സമയം നന്ദു അവിടേക്ക് ചെല്ലുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ നന്ദു അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ, മോളെ, ഈ ക്രിമിനലുകളെ മാറ്റണം, ഈ വൃത്തികെട്ടവരെ തള്ളി മാറ്റണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ നന്ദുവിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. ഇതേ സമയം മുത്തശ്ശനോട് നന്ദു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ സൈഡ് കേൾക്കാനോ നിങ്ങളുടെ ഈ നിശ്ചയം നടത്തി തരാനോ വന്നതല്ല, ഞാൻ എൻ്റെ കടമ ചെയ്യാൻ വന്നതാണ്, എൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നന്ദു പറയുകയാണ്. എനിക്ക് നേരെ ഒരു വാറൻ്റ് ഉണ്ട്, ഹനിയെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒടുവിലതാ നമ്മുടെ ഹനിയാണെങ്കിൽ ആ സന്തോഷ വാർത്ത കേട്ടതും ഹനിയുടെ മുഖത്ത് വളരെയധികം സന്തോഷം വിടരുന്നുണ്ട്. മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ, ഇവളുടെ ഭാര്യയായിരിക്കെ വേറൊരു വിവാഹ നിശ്ചയം നടത്താനായിട്ട് യാതൊരു റൈറ്റ്സുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയം ഇങ്ങനെ നടത്തിയതിൽ ഇവനെതിരെ കേസെടുത്തേ മതിയാവുകയുള്ളൂ, ഇവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അനിയെ നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അങ്ങനെ വിവാഹ നിശ്ചയം മുടങ്ങുകയാണ് അവിടെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ.